ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളിലാണല്ലോ എല്ലാവരും ആയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. രക്ഷയുടെ പൊൻ വെളിച്ചമായി ഉദിച്ചുയരും ഇസ്രായേലിൻ പൊൻചെങ്കോലുള്ള യൂദയൻ സിംഹം. രക്ഷയുടെ പൊൻ വെളിച്ചമായി ഉദിച്ചുയരും ഇസ്രായേലിൻ പൊൻചെങ്കോലുള്ള യൂദയൻ സിംഹം. ലോകമാകെ കാത്തിരിക്കുന്ന മശിഹാ തമ്പുരാൻ, ലോകമാകെ കാത്തിരിക്കുന്ന മശിഹാ തമ്പുരാൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമല്ലോ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമല്ലോ. രക്ഷയുടെ പൊൻവെളിച്ചമായി ഉദിച്ചുയരും ഇസ്രായേലിൻ പൊൻചെങ്കോലുള്ള യൂദയൻ സിംഹം. കാലത്തിൻ തികവിങ്കൽ വന്നു പിറന്നതു സകലത്തിൻ സൃഷ്ടാവ്. കാലത്തിൻ തികവിങ്കൽ വന്നു പിറന്നതു സകലത്തിൻ സൃഷ്ടാവ്. മൂവരും ഇടയ ശ്രേഷ്ഠ ഗണവും, മന്നവർ മൂവരും ഇടയ ശ്രേഷ്ഠ ഗണവും വന്നു വണങ്ങി വീണാരാധിച്ചു ദൈവാദി ദൈവത്തെ, വന്നു വണങ്ങി വീണാരാധിച്ചു ദൈവാദി ദൈവത്തെ. രക്ഷയുടെ പൊൻ വെളിച്ചമായി ഉദിച്ചുയരും ഇസ്രായേലിൻ പൊൻചെങ്കോലുള്ള യൂദയൻ സിംഹം. സ്വർഗീയ ദൂതരും ആരാധനാ സംഘവും വാദ്യങ്ങൾ മീട്ടി ഗാനാലാപനം ചെയ്തു. സ്വർഗീയ ദൂതരും ആരാധനാ സംഘവും വാദ്യങ്ങൾ മീട്ടി ഗാനാലാപനം ചെയ്തു. മൃഗം, പക്ഷി, ജന്തു, സകല ജീവജാലങ്ങളും സന്തോഷിച്ചു താണു തൊഴുതു കർത്താവിനെ. സന്തോഷിച്ചു തൊഴുതു കർത്താവിനെ. രക്ഷയുടെ പൊൻ വെളിച്ചമായി ഉദിച്ചുയരും ഇസ്രായേലിൻ പൊൻചെങ്കോലുള്ള യൂദയൻ സിംഹം. കഴിഞ്ഞ സൺഡേ നാം ജോഷുവ ചുറ്റുകാരെ കുറിച്ച് ചിന്തിക്കുമായിരുന്നല്ലോ. അവർ രാഹാബിൻ്റെ അടുക്കൽ ചെന്നതായിട്ടും, അതെ, ആ രാഹാബ് ഈ ഒറ്റുകാരെ സംരക്ഷിച്ചു. എന്നിട്ട് അവരെ മടക്കി യാത്ര അയക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ദയ ചെയ്തുവല്ലോ, നിങ്ങൾ എന്നോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെ അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയുടെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ലക്ഷ്യം തരികയും വേണമെന്ന് അവൾ പറയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ശരി, ഞങ്ങളുടെ കാര്യം നീ രഹസ്യമായി വെച്ച് ഞങ്ങളെ സുരക്ഷിതമായിട്ട് ഇവിടുന്ന് വിടുവിച്ചാൽ നിങ്ങളുടെ ജീവൻ ഞങ്ങൾ സംരക്ഷിച്ച് കൊള്ളാം. യഹോവ ഞങ്ങൾക്ക് ഈ ദേശം തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തയും കാണിക്കും എന്നവർ പറഞ്ഞു. രാഹാബിൻ്റെ കോട്ടമതിന്മേലുള്ള വീടിൻ്റെ കോട്ടയ്ക്ക് വെളിയിലേക്കുള്ള കിളിവാതിൽ തുറന്ന് വെളിയിലേക്ക് കയറ് കെട്ടി അവരെ ഇറക്കി വിടും മുമ്പേ അവൾ അവരോട്, നിങ്ങളെ തിരഞ്ഞു പോയവർ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിലേക്ക് കയറിപ്പോയി സുരക്ഷിതമായുള്ള അകലത്തിൽ ഒളിച്ചിരിപ്പിൻ.
അന്വേഷിച്ചു പോയവർ 3 ദിവസം തിരഞ്ഞ ശേഷം മടങ്ങിപ്പോരും. അപ്പോൾ നിങ്ങൾക്ക് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് പോകാം. അവളോട്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട കിളിവാതിൽക്കൽ ഒരു ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും പിതൃഭവനത്തെയും നിന്റെ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരായിരിക്കും. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അത് കേട്ട് മാത്രമേ രാഘവ് പറഞ്ഞു. അങ്ങനെ അവർ വാഗ്ദാനം ഉറപ്പിച്ച ശേഷം ഒരു കയറ് വഴിയായിട്ട് അവിടുന്ന് മടങ്ങിപ്പോകുന്നതായിട്ട് ഇറങ്ങി. രാഘവ് ഒരു കയറ് കെട്ടി അവരെ പുറത്തേക്ക് ഇറക്കുകയാണ്. യോശുവയുടെ അടുക്കൽ വളരെ സന്തോഷപൂർവ്വം എത്തി സംഭവിച്ചതൊക്കെയും യോശുവയോട് വിവരിച്ച് പറഞ്ഞു. അവർ പറയുകയാണ്, യഹോവ ആ ദേശം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിശ്ചയം ആ ദേശനിവാസികൾ ഒക്കെയും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്നുള്ള ആ നൽവാർത്ത സൽവാർത്ത അവരെ അറിയിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, നാം നമ്മുടെ കാര്യം മാത്രമല്ല മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കാമെന്നുള്ള രാഘാവിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. രാഘാവ് കുടുംബത്തിനുള്ളവർ, ആ രാഘാവും കുടുംബത്തിലുള്ളവരും എല്ലാം അവർ ഒഴികെ മറ്റാർക്കും ആ രക്ഷ ലഭിച്ചില്ല. ഇന്നും അന്ന് ആ ഒറ്റുകാരെ രാഘാവ് ആ ഒറ്റുകാരുടെ വാക്ക് വിശ്വസിച്ചു. അതവൾക്ക് രക്ഷയായിത്തീർന്നു. ഇന്ന് നമുക്ക് കർത്താവായ ക്രിസ്തു നമുക്ക് ഒരു വലിയ രക്ഷ ഒരുക്കിയിട്ടുണ്ട്. എമ്പാടും ഈ ക്രിസ്മസ് ദിനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു ശരിക്കും എവിടെയാണ് ജനിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലാണല്ലേ? അതെ, സർവശക്തനായ ദൈവം രക്ഷിതാവ്, ലോകരക്ഷിതാവ്, കർത്താവും രക്ഷിതാവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനിൽ വസിക്കുക, അവനിൽ ആ വീണ്ടെടുപ്പ് അനുഭവിക്കുക എന്നത് ഈ നാളുകളിൽ എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സൗജന്യമായി കർത്താവ് നൽകിയ രക്ഷയെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാം. ഇരുകരങ്ങൾ നിരത്തി വച്ചു താരകങ്ങൾ ഗഗനേ, ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിനു മുന്നേ. ഈ രക്ഷയെക്കുറിച്ച് നമുക്ക് നമ്മുടെ സഹപാഠികളോടും ബന്ധുജനത്തോടും എല്ലാവരോടും ഹൃദയപൂർവ്വം പറയാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തികൾ 16:31. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലപ്രവൃത്തി 16:31. ഗോഡ് ബ്ലെസ് യു.